മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിന്ധു കൃഷ്ണയെയും മക്കളെയും നേരിട്ട് കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണങ്ങളും വിമർശനങ്ങളുമാണ്. കസിൻ തൻവിയും അഹാന കൃഷ്ണയും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ സിന്ധു കൃഷ്ണ പുതിയ വ്ലോഗുമായി രംഗത്തെത്തിയെങ്കിലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. ഇതിനിടയിലാണ് സിന്ധു കൃഷ്ണയെയും മക്കളെയും പൂർണ്ണമായി പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു മുൻകാല ഇരയുടെ കമന്റ് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് റെഡ്ഡിറ്റിൽ വൈറലാകുന്നത്. സിന്ധു കൃഷ്ണയ്ക്ക് നേരെ വന്ന ആ കമന്റ് ഇങ്ങനെയായിരുന്നു: ആൻറ്റി, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വിഷമമുണ്ട്. പക്ഷെ ഇതാണ് നിങ്ങളുടെ കർമ്മ. ദൈവം ആദ്യം പന പോലെ വളർത്തും, പിന്നെ നിലത്തിടും. വർഷങ്ങൾക്ക് മുൻപ് ഈ കുടുംബം ഒതുക്കി തീർത്ത ഒരു ബുള്ളിയിങ് ഇഷ്യൂവിലകപ്പെട്ട സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടിയാണ് ഈ കമന്റിന് പിന്നിൽ. തനിക്കുണ്ടായ കടുത്ത മാനസിക വിഷമങ്ങൾക്കും തകർച്ചയ്ക്കും കാരണം സിന്ധു കൃഷ്ണയുടെയും മകളുടെയും അഹങ്കാരമാണെന്ന് ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന തൻ്റെ വിലപ്പെട്ട വർഷങ്ങളാണ് അവർ കാരണം നഷ്ടപ്പെട്ടതെന്ന് ആ പെൺകുട്ടി തുറന്നടിക്കുന്നു. സിന്ധു കൃഷ്ണയുടെ മകളുടെ ബുള്ളിയിങ് കാരണം തനിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത തെറാപ്പികളും ബോഡി ഇമേജ് പ്രശ്നങ്ങളും കടുത്ത ആൻസൈറ്റിയുമായിരുന്നു എന്ന് പെൺകുട്ടി വെളിപ്പെടുത്തുന്നു. പലപ്പോഴും ഇവർക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന പാസീവ് ബോഡി ഷെയ്മിങ്ങും തൊലി വെളുപ്പിനെ കുറിച്ചുള്ള കമന്റുകളും വെറും തമാശകൾ മാത്രമായിരിക്കാം. എന്നാൽ കേൾക്കുന്ന വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ അത് എങ്ങനെ തകർക്കുമെന്ന് അവർ ചിന്തിച്ചിട്ടില്ല. കഴിവുള്ള ഒരുപാട് കുട്ടികളെ മാറ്റി നിർത്തി ആവറേജ് ഡാൻസർമാരായ സ്വന്തം മക്കൾക്ക് നൃത്തവേദികളിൽ സെന്റർ സ്റ്റേജ് പിടിച്ചു വാങ്ങാൻ സിന്ധു കൃഷ്ണ സ്വാധീനം ഉപയോഗിച്ചതായും കമന്റുകളിൽ ആരോപണമുണ്ട്. സ്വന്തം കുടുംബത്തിലെ അംഗമായ തൻവിയോട് അഹാനയും കുടുംബവും കാണിച്ച ക്രൂരതയെക്കുറിച്ചും കമന്റിൽ പരാമർശിക്കുന്നുണ്ട്. തൻവിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ട്രോമയെ അവളെ തകർക്കാൻ വേണ്ടി അഹാന ഉപയോഗിച്ചു എന്നാണ് ആരോപണം. എന്നാൽ തൻവി തിരിച്ച് അവരെ ഉപദ്രവിക്കാനൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു സംഭവം മാത്രം മതി സിന്ധുവും മക്കളും എത്രത്തോളം ഇൻസെൻസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ. സ്വന്തം അമ്മുമ്മയോട് കാണിച്ച സമീപനവും ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നു. അമ്മുമ്മ ടോക്സിക് ആണെന്ന് പറഞ്ഞ് അവരോടുള്ള സപ്പോർട്ട് നിർത്തുകയും തിരിച്ച് സംസാരിക്കുകയും ചെയ്തതിലൂടെ സിന്ധു കൃഷ്ണയും അതേ സ്വഭാവക്കാരിയായി മാറിയെന്നാണ് വിമർശനം. അമ്മുമ്മയ്ക്ക് കൃത്യമായി മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് നൽകുന്നതിന് പകരം അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. കുട്ടിക്കാലത്ത് മക്കളെ ശരിയായ രീതിയിൽ വളർത്തുന്നതിൽ സിന്ധു കൃഷ്ണ പരാജയപ്പെട്ടു എന്നാണ് കമന്റ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം. മക്കളെ എങ്ങനെയെങ്കിലും നടിമാരാക്കാൻ വേണ്ടി നടന്നു എന്നല്ലാതെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അമ്മയെന്ന നിലയിൽ സിന്ധുവിന് സാധിച്ചില്ല. പഠിക്കാൻ മിടുക്കുകളല്ലെങ്കിലും കുറച്ചെങ്കിലും പൊതുബോധം ഉണ്ടാവണമായിരുന്നു. ഇതിപ്പോൾ അതുപോലുമില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും കമന്റ് എഴുതിയ ആൾ പരിഹസിക്കുന്നുണ്ട്. നിലവാരമില്ലാത്ത ഇത്തരം വിവാദങ്ങളിൽ ഇതിനു മുൻപ് സിന്ധു കൃഷ്ണയുടെ കുടുംബം അകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ എത്രയൊക്കെ ബ്ലോഗുകൾ ചെയ്താലും സോഷ്യൽ മീഡിയയിൽ നഷ്ടപ്പെട്ട ആ പഴയ നല്ല കുടുംബം എന്ന ഇമേജ് തിരിച്ചുപിടിക്കുക സിന്ധു കൃഷ്ണയ്ക്കും അഹാനയ്ക്കും ഇനി അത്ര എളുപ്പമാകില്ല. കേരളം മുഴുവൻ ഇന്നവരെ വിമർശിക്കുമ്പോൾ അത് തങ്ങൾ പണ്ട് ചെയ്ത തെറ്റുകളുടെ കർമ്മഫലം മാത്രമാണെന്ന് ഓർക്കണമെന്നാണ് സോഷ്യൽ മീഡിയയുടെ പക്ഷം. എന്തായാലും ഈ റെഡ്ഡിറ്റ് കമന്റ് വരും ദിവസങ്ങളിൽ കൃഷ്ണ കുടുംബത്തിലെ വലിയ തലവേദനയായി മാറുമെന്നതിൽ സംശയമൊന്നുമില്ല.